കഴിഞ്ഞ വർഷം 16 ലക്ഷം രൂപയോളം നമ്മൾ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിന് ഒന്നും ഗസറ്റഡ് ഓഫീസർമാരുടെ ആവശ്യമില്ല. ചെയ്തിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ മുടക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ഇത് ചെയ്യുന്നതിനുള്ള സംവിധാനം രാഷ്ട്രീയവും കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന് തത്തുല്യമായിട്ടുള്ള വികസനം നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ പേരിൽ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പ്രാദേശികമായിട്ടുള്ള ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിൽ പദ്ധതി വെച്ചിട്ടുണ്ട്. ഇവിടെ തൊഴിലുറപ്പിൽ ആകെ നടക്കുന്ന കയ്യാലകെട്ട് മാത്രമാണ്. ഈ വാഴവിത്ത് വിതരണം ചെയ്യുന്നതിന് ഗസറ്റഡ് ഓഫീസർമാരുടെ ആവശ്യമുണ്ട്. ഇല്ല. നമസ്കാരം സുഹൃത്തുക്കൾ, നമ്മളിരിക്കുന്ന ചിറ്റാർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ് കേട്ടോ. ഇവിടെ ഒരു മെമ്പറുണ്ട്. മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിതേഷ് മെമ്പർ. ഇദ്ദേഹം ഭയങ്കര പ്രതിഷേധമില്ല. അപ്പോൾ നമുക്ക് ജിതേഷ് മെമ്പറോട് തന്നെ ചോദിക്കാം. ജനങ്ങളുടെയും പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മെമ്പറായിട്ട് കയറി കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും എന്നുള്ളതാണല്ലോ എല്ലാവരും. നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ അങ്ങനെയൊക്കെയാണ്. ഇതേമാതിരി ചെയ്യാൻ സാധിക്കുമെന്ന് ഇത് എല്ലാം ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. എന്നാലും ഞാനത് പറയുക, ഈ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 4-5 കോടി രൂപയോളമാണ് മാത്രമാണ് നമ്മളുടെ പ്ലാനും ഫണ്ടും ഒക്കെ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള NREGS അങ്ങനെ തുടങ്ങിയുള്ള വേറെ തൊഴിലുറപ്പിലൊക്കെയാണ് വേറെ ഫണ്ടുകൾ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ ക്യൂബിലിൽ പോയതും ഇവിടെ നടക്കാതെ പോയ നമ്മുടെ റോഡ് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പലപ്പോഴും എല്ലാവർക്കും പരാതിയുള്ളൊരു സംഭവമാണ് റോഡെന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമീണ റോഡുകളെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള റോഡുകളെ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ടും അത് കൃത്യമായിട്ട് പരിപാലനം ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിലുള്ളതാണ്. അപ്പം നമ്മളും എല്ലാ വർഷങ്ങളിലും പദ്ധതി വെക്കുമ്പോൾ ഇപ്പോൾ അടുത്ത വർഷത്തെ പദ്ധതിയുടെ അവലോകനങ്ങളും ഗ്രാമസഭകളും അതിന്റെ രൂപീകരണത്തെ പറ്റിയിട്ടുള്ള പ്രാരംഭ രീതിയിലുള്ള ചർച്ചകളും ഏകദേശം രൂപീകരണത്തിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപയാണ് മുടക്കുന്നത്? ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പദ്ധതി ആസൂത്രണം, നിർവഹണം, മോണിറ്ററിങ് എന്ന് തുടങ്ങി ഓൺ ഫണ്ടിനകത്തും നമുക്ക് പദ്ധതിക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ മുടക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ഇത് ചെയ്യുന്നതിനുള്ള സംവിധാനം സിസ്റ്റത്തിന് വേണ്ടി. അതായത് ഇത് നമുക്ക് പ്രിന്റിങ് ഇപ്പോൾ ഗ്രാമസഭയുടെ ഇതിനുള്ള ചെലവിനുള്ള പ്രിന്റിങ് കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയ മൈക്ക് അനൗൺസ്മെന്റ് ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പോലും വകയിരുത്തുന്ന തുക എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ചെലവാകും. അപ്പൊ ഇത്രത്തോളം പൈസ മുടക്കി ചെലവാക്കുന്ന ഒരു പദ്ധതിയുടെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഇത്രയും വർഷം ഇവിടെ ഇരുന്നത് കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നതും പറയുന്നതും. ജനങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം ഈ വർഷം ലഭിക്കേണ്ട വികസനം ഒരു നാട്ടിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ വികസനം നമ്മളോട് പറയും അത് കഴിയുമ്പോൾ ഞാൻ ചെയ്തോളാമെന്ന് പറയും. പക്ഷേ ആ ഒരു വർഷം നമ്മുടെ നാട്ടിൽ കിട്ടേണ്ടതായിട്ടുള്ള 10 ലക്ഷം രൂപയുടെ 20 ലക്ഷം രൂപയുടെ വികസനമായിരിക്കാം നമുക്ക് ആകെപ്പാടി ഒരു വാർഡിലേക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ആ വികസനം അടുത്ത വർഷം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു വർഷത്തെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആ വാർഡിൽ ഈ വർഷത്തെ വികസനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ട് ആ വർഷത്തെ ടാക്സ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കി കൊടുക്കണം. ഈ വർഷം വേണ്ട, നിങ്ങളുടെ അടുത്ത വർഷം തന്നാൽ മതി എന്നുള്ളത്. പക്ഷെ അത് തിരിച്ചു പിടിക്കാനായിട്ട് റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള പലിശ സഹിതമുള്ള സംവിധാനങ്ങളോട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ എൻ്റെ വാർഡിൽ ഒരു കേസ് കിട്ടുവാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ വന്നു. 4 വർഷക്കാലം മുമ്പ് കൊച്ചുവീട്ടിൽ രഘുനാഥപിള്ള എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഒരു സയന്റിസ്റ്റാണ് അദ്ദേഹം. ഞങ്ങൾ ഈ ഒരു ആവശ്യം പുള്ളിയോട് ഇതൊന്ന് ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ ISRO ജോലി പുള്ളി ഒരു മറുപടി മറുത്തു പറയാതെ പുള്ളി വാങ്ങിച്ച സ്ഥലം ഭാര്യയുടെ പേരിലുണ്ടായിരുന്നു വിളിച്ചത് 5 സെന്റ് സ്ഥലം വയ്യാറ്റൂടെ ജംഗ്ഷനിലുണ്ടായിരുന്നു നമ്മുടെ പേരിലേക്ക് സെക്രട്ടറിയുടെ പേരിൽ രജിസ്ട്രേഷൻ നടപടികൾ ഉൾപ്പെടെയുള്ളതിൻ്റെ പൈസ മുടക്കി കരവും അടച്ച് നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് 3 കൊല്ലം മുമ്പ് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഏകദേശം 28 ലക്ഷം രൂപയോളം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇന്നും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതിനൊരു ഡീറ്റെയിൽഡ് പ്ലാൻ പോലും ഇവിടെ തയ്യാറാക്കിയിട്ടില്ല. നിരവധി ഉദ്യോഗസ്ഥര്, ഓവർസിയർമാര്, AEമാര് പലരും മാറിയാണല്ലോ ഇവിടെ വരുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ഉദ്യോഗസ്ഥരില്ലല്ലോ. മാറി വരുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും നാഴികയ്ക്ക് 40 വട്ടം വെച്ചിട്ട് അവിടെ പോയി ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇന്ന് വരെയായിട്ട് അത് ആ ഫണ്ട് ഒരു വർക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള ഫണ്ടുണ്ട്. MLA ഒക്കെ എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ, പക്ഷെങ്കിൽ ഒരു വർക്ക് തുടങ്ങാതെ ഇത് എങ്ങനെ ഇതാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ അന്ന് അവർ തന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ് 3 വർഷത്തിനകം വർക്ക് തുടങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തിരിച്ചെഴുതി തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഞാനിപ്പോൾ ഒരു ലെറ്റർ കൊടുത്തിട്ടിരിക്കുകയാണ്. നമുക്കത് ആ വസ്തു അദ്ദേഹത്തിന് തിരിച്ചെഴുതി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറയുന്ന പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. ജലജീവൻ മിഷന് വേണ്ടിയിട്ട് എവിടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടികളിൽ അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ചിരുന്നു. അതിൽ 2 ലക്ഷം രൂപ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയിരുന്നതാണ്. പിന്നീട് വർഗീസ് കുര്യൻ ഇടപെട്ട് സ്ഥലം ഫ്രീ ആയിട്ട് അദ്ദേഹം വിട്ടുകൊടുത്തതിനാൽ നടക്കാതെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാര്യം. എന്തായാലും 2 ലക്ഷം രൂപ അതിനന്ന് വകയിരുത്തിയിരുന്നതാണ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ
നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ്. വരൾച്ച ഏറ്റവും കൂടുതൽ, വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ വരൾച്ച ഏറ്റവും കൂടുതലുള്ള. കഴിഞ്ഞ വർഷം 16 ലക്ഷം രൂപയോളം നമ്മൾ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചൊരു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ഒരു സാധാരണപ്പെട്ട ആള് വിചാരിക്കും ഒരു ടാങ്കർ ഇങ്ങനെ പോകുന്നെന്ന്, അല്ല ഒരു പിക്കപ്പ് ഒരു ടാങ്കും വെച്ച് പോകുന്നു. പക്ഷെ ഇതിനു വേണ്ടി 16 ലക്ഷം രൂപ ചെലവാക്കി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ഈ സംഭവം അറിയുന്നില്ല. അങ്ങനെ അതിപ്പം കൊടപ്പന അല്ലെങ്കിൽ കട്ടച്ചിറ മേഖലയിലും പിന്നെ കൊടുമുടി, നമ്മുടെ വയ്യാറ്റുപുഴ അങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളിലും കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ഒരു ടാങ്കറെ വെള്ളം കൊണ്ടുപോയാൽ ഇത്ര വെള്ളമേ അവിടെ ലഭിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ അവിടെ തന്നെ ഇതിനകത്ത് ഒരു പദ്ധതി വെച്ചേക്കുന്നത് CFC ഗ്രാന്റ് എന്ന് പറയും, നമ്മുടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് 10 ലക്ഷം രൂപ നമ്മുടെ 7-ാം വാർഡിൽ ഉൾപ്പെടുന്ന പിന്നെ ഉരുൾപൊട്ടാൻകുഴി എന്ന് പറയും, മുകളില് പിന്നെ മീൻകുഴി മലയുടെ മുകൾ ഭാഗത്തായിട്ടുള്ള വലിയൊരു കുളമാണ്. അവിടെ നിന്ന് ഒരു കുളമുണ്ട്. ആ കുളം മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് ഗ്രാവിറ്റി ഫ്ലോയിൽ വെള്ളം വരും. ആർക്കും അവിടെ നിന്ന് വെള്ളം ലഭിക്കുന്നതിന് ഒരു തടസ്സമില്ലാത്ത രീതി. ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സ്ഥലം കണ്ടിട്ടുമില്ല, ഇതിനെ പറ്റിയിട്ട് ഒരു എസ്റ്റിമേറ്റും എടുത്തിട്ടില്ല, ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. നാട്ടിലെ മുഴുവൻ പിന്നെ പഞ്ചായത്തിലുള്ള മുഴുവൻ കുഴൽക്കിണറുകൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു കുഴൽക്കിണറിന്റെ പണി നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുതിയ കുഴൽക്കിണർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതായിട്ടുള്ള, കൃത്യമായിട്ടുള്ള പൈസയും കിട്ടുന്നതായിട്ടുള്ള പിന്നെ റോഡ് കോൺക്രീറ്റ് മാത്രമാണ് ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണി എന്ന് പറയുന്നത്. ബാക്കി ഈ ടാറിങ്ങിന്റെ മുകളിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള റീടാറിങ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും ഇളകി കിടക്കുന്ന റോഡിന്റെ മുകളിൽ ടാറിങ് തന്നെയാണ്, റീടാറിങ് ആണ് വെക്കേണ്ടി വരും. ആ റീടാറിങ് വെക്കുമ്പോൾ ഇത് നടപ്പിലാക്കാനുണ്ട്. 30 ലക്ഷം രൂപയുടെ വർക്ക് കഴിഞ്ഞ വർഷത്തെ കിടപ്പുണ്ട്. അത് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഈ വർഷവും നടക്കത്തില്ല. അപ്പൊ ഈ കഴിഞ്ഞ വർഷവും 30 പോയി, ഈ വർഷവും 30 പോകും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും അതിനു വേണ്ടിയിട്ട് ഇതിൽ ഒരാൾക്ക് പോലും ഞാൻ നോക്കിയിട്ടിത് അവരവരുടെ വാർഡിൽ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വത്തിൽ കവിഞ്ഞ് മറ്റുള്ള രീതിയിലേക്കുള്ള ഒരു ഉത്തരവാദിത്തങ്ങളും ആരും എടുക്കുന്നില്ല. ഈ നാട്ടിലെ പൊതുജനങ്ങൾ ഇതറിയണം. പൊതുജനങ്ങളാണ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയവും കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന് തത്തുല്യമായിട്ടുള്ള വികസനം നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ പേരിൽ ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഇത് ജനങ്ങൾ തയ്യാറാകത്തിടത്തോളം ജനങ്ങളെ പറ്റിക്കാനും ഒക്കെ എളുപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കട്ടെ. ചെറിയൊരു പോയിന്റ്, അത് ദീപം ഒരു കാര്യം കൂടെ. അപ്പൊ ഈ 16 ലക്ഷം രൂപ വെള്ളത്തിന് കൊടുത്തു. ഇവിടുത്തെ ഈ കിണറുകളും ഈ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന്, അതായത് ഉദ്ധരിക്കാൻ വേണ്ടി പ്രത്യേക ഫണ്ടോ? അതിന് ഇപ്പൊ തന്നെ തൊഴിലുറപ്പില് നമ്മുടെ ഇവിടെ കയ്യാലുകൾ അത് ചെയ്താൽ ഈ ഫണ്ട് കുറയത്തില്ലേ? പിന്നെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിൽ പദ്ധതി വെച്ചിട്ടുണ്ട്. ഇവിടെ തൊഴിലുറപ്പിൽ ആകെ നടക്കുന്ന കയ്യാലകെട്ട് മാത്രമാണ്. ഇതിൽ ആ പ്രദേശത്തുള്ള ഏതാണോ പ്രാദേശികമായിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുകൾ, എല്ലാ പ്രദേശങ്ങളിലും ചെറിയ ഓലികളോ തോടുകളോ ഒക്കെ ഉള്ള അതിനെയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും തടയണകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ഇവരെല്ലാം വരുമ്പോൾ പറയുന്നതാ. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന് വേണ്ട കഴിഞ്ഞ മാസം ഒരു പദ്ധതിയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തതിന്റെ അടുത്ത സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള പ്രൊജക്ട് പദ്ധതികളെല്ലാം നല്ലതാ. പക്ഷേ ഇത് താഴേക്കിടയിലേക്ക് നടപ്പിലാക്കിയിട്ട് ഇവിടെ തന്നെ വനിതാ സംരംഭക യൂണിറ്റിന് തുണിസഞ്ചി നിർമ്മാണം നിങ്ങൾ നോക്കി ഇതൊക്കെ വെച്ചേക്കുന്ന 4,75,000 വനിതാ സംരംഭക യൂണിറ്റ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ 4,50,000 ഇങ്ങനെ തുടങ്ങി ചെറിയ എമൗണ്ടുകളൊന്നും അല്ല ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും നടത്താതാണ് ഇങ്ങനെയുള്ളതിന് പ്രൊജക്ടുകൾ തയ്യാറാക്കുന്നത്. ഈ പ്രൊജക്ടുകൾ എങ്ങനെയെങ്കിലും ഒക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഈ വാഴവിത്ത് വിതരണം ചെയ്യുന്നതിന് ഗസറ്റഡ് ഓഫീസർമാരുടെ ആവശ്യമുണ്ട്? ഇല്ല. ഇത് തന്നെ തളിച്ചേക്കേ. വാഴവിത്ത് വിതരണം ചെയ്യണമെങ്കിലും കാലിത്തീറ്റ വിതരണം ചെയ്യണമെങ്കിലോ അല്ലെ ഹോമിയോ ആശുപത്രിയിലേക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതിനും ഒന്നും ഗസറ്റഡ് ഓഫീസർമാരുടെ ആവശ്യമൊന്നുമില്ല. അതൊരു സാമാന്യ രീതിയിലുള്ള ഒരു 4 പേരുടെ കൊട്ടേഷൻ എടുക്കുകയോ ഇതും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ഈ 4 ലക്ഷം രൂപ ഉൾപ്പെടെ പദ്ധതി ആസൂത്രണം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ ഉൾപ്പെടെ ഇവിടെയുള്ള ഇത്രയും ഉദ്യോഗസ്ഥരെയൊക്കെ ആക്കി വെച്ചിട്ട് ഇവരെയും കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യം ഘടക സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുക. ഇതിന് ഈ പഞ്ചായത്തിന്റെ കോമ്പൗണ്ട് മുഴുവൻ നടന്നു നോക്കി എവിടെ മാലിന്യ സംസ്കരണത്തിന്റെ സംവിധാനമുള്ള ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള മാർക്കറ്റും ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഘടക സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ഒരുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 2,21,000 രൂപ. അത് കൂടാതെ നമ്മുടെ തുമ്പോർമൂഴി പ്രൊജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രൊജക്റ്റ് ഉണ്ട്, മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റിലുള്ളതാണ്. ആ പ്രൊജക്റ്റൊന്നും ഇതൊന്നും കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വകയിരുത്തൽ മാത്രമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.
ടേക്ക് എ ബ്രേക്ക് ഞാൻ പണ്ട് ഇത് പറഞ്ഞൊരു സംഭവം. ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റുകളിലുള്ള വൈദ്യുതീകരണം നിങ്ങൾ ഇതിനകത്ത് നോക്കിയേ, ഇവിടെ എത്ര ടേക്ക് എ ബ്രേക്കാണ് ഉള്ളതെന്നുള്ളത്. 2.5 ലക്ഷം രൂപ അതിന് വകയിരുത്തിയേക്കുന്നത്. 2.5 ലക്ഷം രൂപ. MCF-ലുള്ള വൈദ്യുതീകരണം പിന്നെ അതിന് കിടക്കുന്നത് 40,000 രൂപ. ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ല, മനസ്സിലായോ? വിവിധ വാർഡുകളിലെ കുഴൽക്കിണർ നിർമ്മാണം 4.5 ലക്ഷം രൂപയാണ് അതിന് വകയിരുത്തിയത്. 4 ലക്ഷം രൂപ. എത്ര കുഴൽക്കിണർ ഇവിടെ അടിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി. അത് അടിസ്ഥാനപരമായി നീർത്തട മാസ്റ്റർ പ്ലാൻ, ജല ബഡ്ജറ്റ് കണ്ടോ. ഇതൊക്കെ ആര് തയ്യാറാക്കണമെന്നുള്ളതാണ് ഇത് ചോദിക്കുന്നതിന്റെ കാര്യം. ഇതൊന്നും ഇവിടെ തയ്യാറാക്കുന്നുണ്ടല്ലോ. നടപ്പിലാക്കൽ എന്ന് പറയുന്നത് ഏറ്റവും മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് പിന്നെ ജനുവരി മാസം അവസാനിക്കാറാവുകയാണ്. ഫെബ്രുവരി മാസം 1 മാസം മാത്രമാണ് ഇനിയും ഒരു പ്രൊജക്റ്റ് കാലാവധിയെ സംബന്ധിച്ചുള്ള അവശേഷിക്കുന്നത്. ഫെബ്രുവരിയും കൊണ്ട് ചെയ്യുന്ന ബില്ലുകളുമൊക്കെ ഇത് ട്രഷറിയിലേക്ക് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കോൺട്രാക്ടർമാർക്ക് ഈ പൈസ മാറി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് അടുത്ത വർഷത്തേക്ക് നീണ്ടുപോകും. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഉടനെ മാർച്ച് കഴിയുമ്പോൾ ഉടനെ ഈ പൈസ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ക്യൂ ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റത്തിലേക്ക് ആകുകയാണ് ചെയ്യുന്നത്. വളരെ പിന്നെ ശ്രദ്ധേയമായ പദ്ധതികൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടേണ്ടതായിട്ടുള്ള ഒരു പദ്ധതി പോലും ഈ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയിട്ടില്ല എന്ന് അതിനകത്ത് ഇരുന്ന ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വേദനാപൂർവ്വം തന്നെ നമ്മളും പറയുന്നത്. ഒരു പദ്ധതി പോലും നടപ്പിലാക്കില്ല. പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ, സാമാന്യ ജനങ്ങൾക്കൊക്കെ റീച്ചബിൾ ആയിട്ടുള്ള ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഗ്രാമസഭ നടക്കുന്നിടത്തെ നിങ്ങൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ബുക്ക് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 50 വർഷം മുമ്പുള്ള ഗ്രാമസഭാ ബുക്കും ഇന്നത്തെ ബുക്കും എല്ലാം സെയിം തന്നെയാണ്. യാതൊരു കാര്യങ്ങളുമില്ല. എല്ലാ സ്ഥലങ്ങളിലും കുറേ പേര് റോഡ് കോൺക്രീറ്റ് എഴുതുന്നു, വാഴവിത്ത് കൊടുക്കാമെന്ന് എഴുതുന്നു, പശുവിന് കാലിത്തീറ്റ എന്ന് എഴുതുന്നു. ഇന്നത്തെ ജനറേഷൻ്റെ അനുസരിച്ചുള്ള വികസനങ്ങളല്ല ഈ നാട്ടിൽ നടക്കുന്നത്. അത് നടപ്പിലാക്കുന്നുമില്ല, ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല, ചെയ്യുന്നുമില്ല. ഒരു നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാർക്കറ്റിലേക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ ഇറങ്ങും? ഏറ്റവും ശോച്യമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുക. മാർക്കറ്റ് നവീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും ഫണ്ട് വെക്കും. മാർക്കറ്റിനകത്ത് വൈദ്യുതീകരണം എന്ന് പറഞ്ഞ് ഫണ്ട് വെക്കും. അല്ല, ഇപ്പൊ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ടോ, തെരുവ് കച്ചവടങ്ങൾ പാടില്ല, വണ്ടിയല്ല നിരോധിച്ചേക്കുവാന്ന് പറഞ്ഞ് ഈ കച്ചവടങ്ങൾ മുഴുവൻ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാത്രത്തോളം അവിടെങ്ങും മാർക്കറ്റിനകത്തൊന്നും കച്ചവടം നടക്കാൻ പോകുന്നില്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അപ്പൊ ഈ കാശ് കൊടുത്ത ബിൽഡിങ്ങുകൾ എടുക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കും. എടുക്കുന്ന അവസ്ഥ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പം എത്ര രൂപയ്ക്കാണ് പോകുന്നത്? 3000 രൂപ 4000 രൂപയ്ക്കൊക്കെയാണ് ആകെ റെന്റിന് പോകുന്നത്. ഒരു ചിറ്റാ ടൗണിനെ സംബന്ധിച്ചോളം 3000 രൂപയ്ക്കൊക്കെയാണ് ഒരു കടമുറി. വേണ്ട വിധത്തിൽ മാർക്കറ്റിംഗ് ചെയ്യാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ അതാണ് പറഞ്ഞത്, ശ്രദ്ധേയമായ ഒരു പ്രൊജക്റ്റുകൾ പോലും നടക്കുന്നില്ല. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറയണേ, ശബരിമല വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫണ്ടായിട്ട് നമുക്ക് ഏകദേശം 75 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന പല വികസനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചിറ്റാർ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ ഈ പിന്നെ താഴേക്ക് ഇറങ്ങുന്ന വഴിക്കുള്ള ശബരിമല എല്ലാം അതിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയിൽ ഈ വർഷവും നമുക്ക് 10 ലക്ഷം രൂപകൾ ഇവിടെ ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ പോലും, ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാം, ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ പോലും ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ പോലും വാങ്ങിച്ച് അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആളുകൾ കടന്നു വരുന്ന വഴികളിലുള്ളിടത്തെല്ലാം ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ വക കാര്യങ്ങളൊന്നും, കാരണം ഇതിന് പരാതി ഒന്നും വരാത്തത് കൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. എല്ലാം നാളേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന സമീപനമാണ് എപ്പോഴും ഉണ്ടായത്. ഇത് എപ്പോഴും അങ്ങനെ തന്നെ. ഏത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം മാറ്റി വെക്കുന്ന സംവിധാനമാണ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുക. 75,000 രൂപയുടെ പദ്ധതി കിടക്കുകയാണ്. ബോട്ടിൽ ബൂത്ത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം സ്കൂളിലെ കൊച്ചു പിള്ളേർ വന്ന് ചോദിച്ച പോലെ ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളെ പ്ലാസ്റ്റിക് എല്ലാം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അവര് ചോദിച്ചു എവിടെ കൊണ്ടിടുവോന്ന് ചോദിച്ചു. കാരണം സംവിധാനമില്ലല്ലോ, എവിടെ കൊണ്ടിടും? മാലിന്യം പൊതുസ്ഥലത്ത് എവിടെ നിക്ഷേപിക്കുക എന്നുള്ളതിനെ പറ്റി ആർക്കെങ്കിലും ധാരണയുണ്ട്? എവിടെ കൊണ്ടുവന്നിടാൻ പറ്റില്ല. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപണ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ സമീപ പഞ്ചായത്തുകളെല്ലാം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇവിടെ ഇതൊന്നും നടക്കാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് ദുരന്ത നിവാരണ സേനയ്ക്ക് പരിശീലനം 25,000 രൂപയുടെ ഒരു പ്രൊജക്റ്റേ ഉള്ളൂ. നമ്മുടെ ഇവിടെയുള്ള RRT എന്ന് പറഞ്ഞുകൊണ്ട് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെയും കൊണ്ട് ആരെയും കൊണ്ടും ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെയാണ് ഈ സംവിധാനം ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ, വാതിൽപ്പടി സേവനം, ഇങ്ങനെ തുടങ്ങി ഒരു നാട്ടിൽ എന്തെല്ലാമാണോ ആവശ്യം അതനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വിഭാഗങ്ങൾ, SC ST വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനയോടെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രോജക്റ്റുകൾ, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നടപ്പിലാക്കേണ്ട സംവിധാനം, നടപ്പിലാക്കേണ്ട സംവിധാനം
തീർത്തും മോശമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഫണ്ട് വകയിരുത്ത നമ്മൾ പലപ്പോഴും പറയും ഫണ്ടില്ല എന്ന് പറയും. പക്ഷേ ഫണ്ടുണ്ട്, ഫണ്ടില്ലാഴികയിൽ ഇതിന് ചെലവഴിക്കാനുള്ള ഫണ്ടുണ്ട്, അത് ചെലവഴിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് നമുക്ക് കാണിക്കാനായിട്ട്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങൾ അതിനോടനുസരിച്ച് തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഈ എഴുതി വെച്ചേക്കുന്ന ഇതിലൊന്നും എല്ലാ കാര്യങ്ങളും ഇത് ഈ റോഡ് പുനരുദ്ധാരണം എന്നൊക്കെ ഉള്ളത് കിടക്കുന്നത് ഇതിൽ പകുതി പോലും ഈ വർഷം നടക്കത്തില്ല. റോഡ് മെയിൻ്റനൻസ്, അതായത് കോൺക്രീറ്റ് പണികൾ മാത്രമേ ഈ പേര് നടക്കത്തുള്ളൂ. ബാക്കി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പണികളും ഇവരാരും ചെയ്യാൻ പോകുന്നില്ല. എയറോബിക് കമ്പോസ്റ്റ് തുമ്പൂർ മൂഴി മോഡൽ 5 ലക്ഷം രൂപയുടെ പ്രൊജക്ട് ഉണ്ടായിരുന്നോ? നമ്മുടെ പിന്നെ ഇവിടെ ഒരു പൊതു ശ്മശാനം ഉണ്ടായിരുന്നല്ലോ, അതിന് ഏകദേശം നമുക്ക് 50 ലക്ഷം രൂപയും മുകളിൽ പ്രൊജക്ട് ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപയും മുകളിൽ ഉണ്ടായിരുന്നു. മുഴുവൻ പൈസയും തിരിച്ചു പോയി എന്നുള്ളതാണ്. അതിനൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം ഫുള്ള് ലാപ്സായി പോയി. മനസ്സിലായി? ഇതൊക്കെ ഇത് ആര് ഇത് കൈകാര്യം ചെയ്യണം, ആര് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയൊരു പഞ്ചായത്തായ ഹാപ്പിനെസ് പാർക്ക്, അംഗൻവാടികൾക്ക് ലൈബ്രറി, കാനുവാലി പ്രസിദ്ധീകരണം, പാലിയേറ്റീവ് കെയർ, പഞ്ചായത്ത് ഓഫീസിലെ ഫ്രണ്ട് ഓഫീസിന്റെ നവീകരണം, ഇങ്ങനെ തുടങ്ങി എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വെക്കുന്നുണ്ട്. സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് നടപ്പിലാക്കുന്നത് തീർത്തും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ നമ്മളൊക്കെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലികൾ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എന്തെങ്കിലും സമയം കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ, ആ ജോലി തീർക്കാന്നല്ലോ. ഒരു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരുടെ ആ ജോലി തീരുന്നത് വരെയാണ് സാധാരണ നമ്മൾ ടൈമും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ആർക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സമയമൊന്നോ കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യാതെ ഇറങ്ങി പോകാനായിട്ട് നമുക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾ അവരുടെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള സംവിധാനമാണ് എപ്പോഴും നോക്കുന്നത്. അല്ല, ഒരു ഡൗട്ട് ചോദിച്ചിട്ട് മെമ്പറെ, ഇത് അഴിമതി എന്നാണോ പറയാൻ പറ്റുന്നത്? ഇതിപ്പോ പ്രോജക്റ്റ് അനാസ്ഥ ചെയ്യത്തുമില്ല. അഴിമതി എന്ന് പറയാൻ അവര് സാമ്പത്തിക ലാഭം ഉണ്ടാക്കണം, ഇത് ചെയ്യത്തില്ല ഉള്ളത്. ഇത് അനാസ്ഥ എന്ന് മാത്രമാണ് പറയേണ്ടത്. കാരണം അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനങ്ങാപ്പറയായിട്ടിരിക്കുക, കൃത്യമായിട്ട് പറയണം, അനങ്ങാപ്പറയായിട്ട് ഒരിടത്തോടെ ഇരിക്കുക. അവരത് ചെയ്യത്തില്ല. കാരണം ചെയ്തില്ല എന്നാൽ ഇവരോട് ക്വസ്റ്റ്യൻ ചെയ്യാനെന്നുള്ള മാർഗങ്ങളൊന്നും വേറെ ഇതൊന്നുമില്ല. അത് ചെയ്യുന്നില്ല. ഈ വർഷം പോയാൽ പോയി, സ്പിൽ ഓവർ എങ്കിൽ സ്പിൽ ഓവർ. നമ്മൾ ഈ സ്പിൽ ഓവർ കേൾക്കുമ്പോൾ അടുത്ത വർഷം നമുക്കത് കിട്ടുമായിരിക്കുന്നത്. അടുത്ത വർഷത്തേക്ക് പ്രൊജക്ട് മാറ്റും, അതിന്റെ ഫണ്ട് മാറ്റി കിട്ടുന്ന വകുപ്പൊന്നുമില്ല. വളരെ ചുരുക്കിയ ഫണ്ടുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് മാറ്റി കിട്ടുന്നത്. നമ്മുടെ പ്ലാൻ ഫണ്ടുകളൊന്നും അങ്ങനെ ആ രീതിയിലൊന്നും മാറ്റി കിട്ടുന്ന സംവിധാനമല്ല. പക്ഷേ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഫണ്ടുകൾ അങ്ങോട്ടേക്ക് പ്രൊജക്ട് മാറ്റും, ഫണ്ട് നമുക്ക് മാറ്റി കിട്ടത്തില്ല. അങ്ങനെ നല്ല രീതിയിൽ നടക്കേണ്ടതായിട്ടുള്ള പ്രൊജക്ടുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് എന്ന ചെറിയൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ. ഒന്ന് മനസ്സിലാക്കണം, പ്രൊജക്റ്റുകൾ ഉണ്ടായിട്ടും പ്രൊജക്റ്റുകൾ ചെയ്യുന്നില്ല എന്നാണ് ഇതിനകത്തൊരു വലിയ ഹൈലൈറ്റ്. അഴിമതി എന്ന് പറയാനൊക്കത്തില്ല, ചെയ്യുന്നില്ല. അതായത് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് അത് വിനിയോഗിക്കേണ്ട സമയത്ത് വിനിയോഗിച്ചില്ലെങ്കിൽ ഇതേപോലത്തെ അവസ്ഥയായിരിക്കും. ഓരോ വർഷം പോകുന്നുണ്ട്. 4 കോടിക്കകത്ത് 1.5 കോടി പോയി കഴിഞ്ഞാൽ പിന്നെന്തുണ്ടെന്നേ, ബാക്കിയുള്ള എല്ലാ പദ്ധതിയുടെ അല്ലാതുള്ള ചെലവുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതൽ. എന്തായാലും ഹൈലൈറ്റ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി 4 ലക്ഷം രൂപ മുടക്കി, ഇത് വെറുതെ പൈസ കളയുമല്ലേ? എത്രയോ ഉദ്യോഗസ്ഥരെ ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് തന്നെ വിളിക്കുന്ന മീറ്റിങ്ങുകൾ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ്, ഇപ്പോൾ സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഹെഡ് മാസ്റ്റർ മുതൽ നമ്മുടെ മൃഗാശുപത്രിയിലെ ഡോക്ടർ, ഹോമിയോയിലെ ഡോക്ടർ, അങ്ങനെ തുടങ്ങി പ്രൈമറി PSCയിലെ ഡോക്ടർമാർ, ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ പദ്ധതികളെല്ലാം തയ്യാറാക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വലിയ കാര്യത്തിൽ ചെയ്യുന്ന പദ്ധതികളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ആലോചിച്ചു എടുത്തും ചെയ്യുന്ന ഒരു പദ്ധതികളെ സംബന്ധിച്ചോളം അത് കൃത്യതയുള്ളതായിരിക്കണം പദ്ധതി തന്നെ. ആ രൂപീകരിക്കുന്ന പദ്ധതി അപ്പം ഈ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ്, നടപ്പിലാക്കുകയും വേണം. കേട്ടായോ? അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഈ CFC ഗ്രാന്റ് എന്ന് പറയുന്നത് തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് തന്നെയാണ് വരുന്നത്. ആ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധിതമായിട്ടും കുടിവെള്ള മേഖലയിലും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ഫണ്ടിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞത്. ആ വകയിരുത്തുന്ന ഫണ്ടുകളൊന്നും കൃത്യമായിട്ട് ഇവിടെ ചെലവഴിക്കപ്പെടുന്നില്ല. അത് പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ പ്രൊജക്റ്റിനനുസരിച്ചുള്ള നടപ്പിലാക്കൽ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് നടപ്പിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല. ഉള്ള ഉദ്യോഗസ്ഥർ തന്നെ നല്ലൊരു ശതമാനവും മിക്കവാറും സമയങ്ങളിലെല്ലാം ലീവ്. ഇവിടെ തന്നെ അക്കൗണ്ടിങ് കൃത്യമായിട്ട് നടക്കുന്നില്ല.
അക്കൗണ്ടിങ് കൃത്യമല്ല, ഇവിടെ ഓഡിറ്റ് വിഭാഗം വന്ന് പിന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ് അക്കൗണ്ടിങ് കൃത്യമല്ല എന്നുള്ളത്. അക്കൗണ്ടന്റ് ലീവില്ല, മാർച്ച് മാസം ആകാറായി, ഇതെല്ലാം ആര് ബില്ല് അയക്കും? അപ്പോൾ കോൺട്രാക്ടർമാരെ സംബന്ധിച്ചുള്ള അവരും പ്രശ്നത്തില്ല. ഈ ബില്ല് ആരയക്കും എന്നുള്ള പ്രശ്നം അവർക്ക് നീക്കിയ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ പുറത്തുനിന്ന് ഒരുത്തം പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്നിധാനമായിരുന്നു ഓട്ടോ ഇവിടെ ഓടിയിരുന്നത്. കഴിഞ്ഞ ദിവസം കമ്മിറ്റി ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് 2000 രൂപ അവന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നത്. 2 മാസം കഴിഞ്ഞു. അതൊക്കെ അങ്ങനെ പോലും ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇത് പിന്നെ ഞാൻ എൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്ക് മറ്റുള്ളവരുടെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. ഞാൻ നിരവധി തവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ കാര്യം ഞാൻ ആവശ്യപ്പെട്ടതാണ്. കമ്മിറ്റിയിലാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പക്ഷേ അവിടെ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ട് ഇതിന് ഇന്ന് വരെ ഒരു തീരുമാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനോട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ ഒന്ന് റിയാക്ട് ചെയ്യാൻ. പൊതുജനങ്ങൾ ഇതിനോട് നിങ്ങളാൽ